ഹലോ ഗൈസ്, നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇക്സോ ആപ്പിൽ എങ്ങനെ ഒരു ഓർഡർ ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഇക്സോ ആപ്പ് എടുക്കുക. ഇവിടെ നിന്ന് ഞാനൊരു ഓർഡർ എടുക്കുക. ആ റിയൽമിയുടെ ഓർഡർ തന്നെ എടുത്തേക്കാം. ഉണ്ടോ, റിയൽമി 250 കമ്മീഷൻ, 9,999 രൂപ ഓർഡർ പ്രൈസ്. റിസീവ് ചെയ്യുന്നത് 9,749, അതായത് 250 രൂപ കമ്മീഷൻ കിട്ടും. അങ്ങനെ ചെയ്യാതെ ക്ലിക്ക് ചെയ്യണം. അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്യുക. നേരെ റിയൽമി സൈറ്റിലേക്ക് പോകും. ബൈ നൗ ക്ലിക്ക് ചെയ്യുക. ബൈ നൗ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ ഇവർ പറഞ്ഞേക്കുന്ന വേരിയൻറ്റ് കറക്റ്റ് നോക്കണം. 4/128. ഓൾറെഡി വന്നേക്കുന്ന എന്താ 6/128, അതായത് 4GB 128 ക്ലിക്ക് ചെയ്യണം. അപ്പം അതിൻ്റെ വില 10,999. ഒരു പറഞ്ഞ പ്രൈസ് അല്ല, പക്ഷേ കൺഫേം ചെയ്തങ്ങ് പോവുക. കാരണം വേരിയൻറ്റ് കറക്റ്റ് അല്ലേ, ബാക്കി എല്ലാ സ്പെസിഫിക്കേഷനൊക്കെ കറക്റ്റ്. അതുകൊണ്ട് ആക്ച്വൽ പ്രൈസ് ചെയ്തിരിക്കുന്നത് 10,999 രൂപയാണ്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാം, കാരണം മിസ്റ്റേക്ക് ഒന്നുമില്ല. അങ്ങനെ മുന്നോട്ട് പോയി ആദ്യം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ക്രിയേറ്റ് അക്കൗണ്ട് വെക്കണം. ഇപ്പോൾ റിയൽമിയിൽ ഷോപ്പ് ചെയ്യുന്നത്, കാര്യം റിയൽമി അക്കൗണ്ട് ഇല്ലല്ലോ. അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് സൈൻ ഇൻ ചെയ്താൽ മതി. റിയൽമിയിൽ ഇപ്പോൾ എനിക്ക് അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുതിയ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുക, ഗെറ്റ് വെരിഫിക്കേഷൻ കോഡ് ഞെക്കണം. അന്നേരം അവരെന്ത് ചെയ്യും, ഒരു സെക്യൂരിറ്റി വെരിഫിക്കേഷൻ ഉണ്ട്. അവർ പറഞ്ഞ ഈ 3 പേജ് പേസ് അവിടെ ക്ലിക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ സെക്യൂരിറ്റി വെരിഫിക്കേഷൻ. സാധാരണ ഓൺലൈൻ ഷോപ്പ് ചെയ്യുന്നവർക്ക് ഇതൊക്കെ അറിയാം. വെരിഫിക്കേഷൻ സക്സസ്ഫുള്ളായി. ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ കൊടുക്കണം. അപ്പോൾ കാരണം നമ്മളാണ് ഇവിടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ആ OTP മെസ്സേജ് വന്നു, അതവിടെ കൊടുത്തു. അത്രേ ഉള്ളൂ. സെറ്റ്. അത് കഴിഞ്ഞ് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടിന്യൂ ചെയ്തു. നേരെ ഈ പ്രോഡക്റ്റിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു. ബൈ നൗ. അപ്പോൾ വേരിയൻറ്റ് ഉറപ്പായിട്ട് കൊടുക്കണം. നേരത്തെ ഓൾറെഡി സെലക്ട് ചെയ്യുന്ന കരുതി പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പം മാറാം. അപ്പോൾ 4/128 ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൺഫേം. എല്ലാ സ്റ്റെപ്പിലും വെരിഫിക്കേഷൻ കറക്റ്റ് ആയിരിക്കണം. പിന്നെ അഡ്രസ്സ് നോക്കിയാൽ ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിരുന്ന ഒരു അഡ്രസ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതല്ല, ഡിഫോൾട്ട് അഡ്രസ്സും അതല്ല കിടക്കുന്നത്, മാറുക. അപ്പോൾ ഓൾറെഡി എനിക്കിത് അക്കൗണ്ട് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അതിൻ്റെ അതൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് ക്രിയേറ്റ് എന്നുള്ള രീതിയിൽ പോയത്. അത് സീനില്ല. ഇവർ തന്നേക്കുന്ന പേര് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അടുത്ത എന്താ, ഇവർ തന്നേക്കുന്ന അഡ്രസ്സിൻ്റെ ലൈൻ 1 അവരുടെ അഡ്രസ്സിൻ്റെ സ്ഥാനത്ത് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഇവർ തന്നേക്കുന്ന അഡ്രസ്സിൻ്റെ ലൈൻ 2 ഇല്ലേ, അതും കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ പിൻകോഡ് കറക്റ്റ് സ്ഥാനത്ത് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ലാൻഡ് മാർക്ക് അവർ തന്നിട്ടുണ്ട്, അതും കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ ഇമെയിൽ ID ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ സ്വന്തം ഇമെയിൽ ID കൊടുക്കണം. അതിലേക്കായിരിക്കും ഇമെയിലും കാരണങ്ങളും ട്രാക്കിംഗ് ID യും കാര്യങ്ങളൊക്കെ വരുന്നത്. കാരണം അത് വേണം. അപ്പോൾ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്താൽ പോലെ ഒരു ഇമെയിൽ ID നമ്മുടെ സ്വന്തം ഇമെയിൽ ID തന്നെ വേണം. ഓക്കെ. അങ്ങനെ അഡ്രസ്സ് എല്ലാം കോപ്പി ചെയ്ത് ഇമെയിൽ ID കൂടെ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റിലേക്ക് പോകാം. ഇമെയിൽ ID ഇപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID ഏതാണോ അതങ്ങ് ടൈപ്പ് ചെയ്യും. ഇപ്പോൾ എൻ്റെ ഇമെയിൽ ID ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തു. സേവ്, നെക്സ്റ്റ്. അപ്പോൾ അവർ കാണിച്ചേക്കുന്ന ടോട്ടൽ എത്രയാണ്, 10,999. കൺഫേം. അപ്പോൾ പ്ലേസ് ഓർഡർ ക്ലിക്ക് ചെയ്യുക. പ്ലേസ് ഓർഡർ ക്ലിക്ക് ചെയ്ത് കണ്ട അഡ്രസ്സ് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. കറക്റ്റ് നമ്മൾ കൊടുത്ത അഡ്രസ്സാണോ വരുന്നതെന്ന് നോക്കണം. അല്ലെങ്കിൽ പഴയ അഡ്രസ്സിലേക്ക് ഡെലിവർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് വേറെ ആളിലേക്ക് ചെല്ലും, ഒക്കെ അത് ഇരട്ടി പണിയാവുകയും ചെയ്യും. പിന്നെ റിട്ടേൺ ഒക്കെ ഭയങ്കര സീനാണ് ഇതൊക്കെ. അതുകൊണ്ട് കറക്റ്റ് തെറ്റ് വരുത്താതെ ചെയ്യുക. ഇവിടെ കാർഡ്സ് വഴിയല്ലേ ചെയ്യുന്നത്. അപ്പോൾ കാർഡ്സ് നിൽക്കുക, കാർഡ് നമ്പർ ചെയ്യുക, കാർഡ് നമ്പർ സേവ് ചെയ്യുക, അതിൻ്റെ എക്സ്പയറി, CVV ഒക്കെ. ഓൺലൈൻ വഴി പ്രോഡക്റ്റ് ഈ ATM കാർഡ് ഉപയോഗിച്ച് മേടിക്കുന്നവർക്ക് ഒന്നും പറഞ്ഞിടേണ്ട ആവശ്യമില്ല. ഇനി അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. അങ്ങനെ ഓൺലൈൻ അങ്ങനെ അറിയാൻ മേലാത്തവർക്കുണ്ടെങ്കിൽ അതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാം. നിങ്ങൾ കമൻറ്റ് ബോക്സ് ഇട്ടാൽ മതി. അങ്ങനെ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്തു, നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. ഇവിടെ ഒരു OTP നമ്മുടെ ഫോണിൽ വരും. എമൗണ്ട് ഒന്ന് നോക്കണം. എമൗണ്ട് നോക്കി കറക്റ്റ് അത് ഒരു കാണിച്ചേക്കുന്നത് 9,999. അങ്ങനെ കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. ശുഭം. അപ്പോൾ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളായി. ഇപ്പോൾ നോക്കി ഓർഡർ പ്ലേസ്ഡ് എന്ന് വന്നു. ഓർഡർ പ്ലേസ്ഡ് എന്ന് വരുമ്പോൾ എന്ത് ചെയ്യണം, മൈ ഓർഡറിലോട്ട് പോകണം. അവിടെ നോക്കി ഓർഡർ പ്ലേസ് ചെയ്തപ്പോൾ ഒരു ഓർഡർ നമ്പറുണ്ട്. ആ ഓർഡർ നമ്പർ എന്ത് ചെയ്യണം, മുകളിലേക്ക് എഴുതണം. കോപ്പി പേസ്റ്റ് ചെയ്യാൻ നോക്കി, പക്ഷേ അത് നടന്നില്ല. അതുകൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇനി ഓർഡർ നമ്പർ ടൈപ്പ് ചെയ്യുക. ശ്രദ്ധിക്കാതെ തെറ്റ് പറ്റാത്ത രീതിയിൽ വളരെ സൂക്ഷ്മമായിട്ട് ടൈപ്പ് ചെയ്യണം. കാര്യം ഒരു ഡിജിറ്റ് മാറിയാൽ വലിയ ഇതുണ്ടാകും. കാരണം ഇതിനു വേണ്ടി ഒരു വലിയ സമയപരിധിയൊന്നുമില്ല. നിങ്ങൾ സാവധാനം ആലോചിച്ചെടുത്ത് ചെയ്താൽ മതി. എല്ലാം നോക്കി വായിച്ച് കൺഫേം ചെയ്തിട്ട് ഓക്കെ നിൽക്കിയാൽ മതി. ഇതിനു വേണ്ടി ഒരു മിനിറ്റ്, ഒരു 10-30 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് എക്സ്ട്രാ ടൈം എടുത്തു എന്ന് കരുതി ഒരു സീനും ഇല്ല. ആ സമയത്ത് തെറ്റായ ഡീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ തിരുത്താൻ പാടാം, കയ്യിലുള്ള പൈസ പോവുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇല്ല നമ്പേഴ്സ് കറക്റ്റ് അല്ലേ, കണ്ടോ, 171642 1798 111 61 088. അങ്ങനെ നമ്പരെല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്തു.
നെക്സ്റ്റ് കൊടുക്കുക. എന്ത് ചെയ്യണം, ഫോൺ നമ്പർ, അതായത് ഏത് നമ്പറിലേക്കാണ് ഈ OTP കാര്യങ്ങളും വരുന്നത്, നമ്മുടെ സ്വന്തം നമ്പർ, ആ സ്വന്തം നമ്പർ ടൈപ്പ് ചെയ്യണം. നമ്മുടെ സ്വന്തം നമ്പറിലേക്കല്ലേ OTP കാര്യങ്ങളും വരുന്നത്, അത് ടൈപ്പ് ചെയ്യണം. ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം നമ്പർ കറക്റ്റ് ഓൾറെഡി അവിടെ ഫോൺ എന്ന് പറഞ്ഞൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്, അതായിരിക്കും എല്ലാവരും തന്നെ ചെയ്യുന്നത്. അത് കോപ്പി പേസ്റ്റ് ചെയ്താലും മതി. എൻ്റെ സ്വന്തം നമ്പർ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ടൈപ്പ് ചെയ്തു, കൺഫേം ചെയ്തു. ഓക്കെ, ടൈപ്പ് ചെയ്തൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം കൺഫേം ചെയ്യാൻ. അപ്പോൾ കൺഫേം ചെയ്തു. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്തു, സാധനം ഓർഡറായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, ട്രാക്കിംഗ് ID ഉണ്ട്. അത് ഈ സംഭവം ഷിപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു ട്രാക്കിംഗ് ID വരും. ആ ട്രാക്കിംഗ് ID കൊടുക്കുക. ഷെയർ